പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 SSLC വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന 3 സബ്ജക്റ്റുകളെ ആണ്. സബ്ജക്ട് SSLCയുടെ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയ ബേസിക് കമ്പ്യൂട്ടിംഗ് കോഡ് നമ്പർ 608. +2ന്റെ വൊക്കേഷണൽ സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ കോഡ് നമ്പർ 631. അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 632. ഈ 3 സബ്ജക്റ്റിന്റെയും വീഡിയോ ക്ലാസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിനുള്ള പ്രത്യേക കാരണം ഈ 3 സബ്ജക്റ്റിലും ഇന്നെടുക്കുന്ന ക്ലാസ് ഒരുപോലെ ആവർത്തിക്കുന്ന ക്ലാസ് ആണ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ബേസിക് കമ്പ്യൂട്ടിംഗ് 10ാം ക്ലാസ്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്. അതാണ് നമ്മൾ 3ന് എടുക്കുന്ന ക്ലാസ്. അതേപോലെ തന്നെ +2ന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും 3ാമത്തെ ചാപ്റ്റർ ആണ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടത്. ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ 13ാമത്തെ ചാപ്റ്റർ ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ വൊക്കേഷണൽ 632 ഉണ്ട്. അതിൽ 13ാമത്തെ ചാപ്റ്റർ ആണ്. വൊക്കേഷണൽ അല്ലാത്ത രീതിയിൽ ഡാറ്റ എൻട്രി വേറെ വരുന്നുണ്ട്. 336 കോഡ് നമ്പർ, അതില് 10ാമത്തെ ചാപ്റ്ററുമാണ്. അപ്പൊ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ക്ലാസ് ഇന്റർനെറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്ത് പാർട്ട് 1 ക്ലാസ് ആണ്, ഒരു സെക്ഷൻ ക്ലാസ്സസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ബാലൻസ് ഭാഗം അടുത്ത വീഡിയോസിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലായിരിക്കും +2കാർക്കും എന്റെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാം. ഇതിനു വേണ്ടിയിട്ട് ഈ വൊക്കേഷണൽ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഗൈഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഗൈഡ് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേഷന്റെ ഗൈഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. ഇതൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് ഉപയോഗിക്കാം, മലയാളം മീഡിയത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം. കാരണം ക്വസ്റ്റ്യനും ആൻസറും രണ്ടിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മോഡലിലാണ് പഠിപ്പിക്കുന്നത്. ഇന്റർനെറ്റിനെ കുറിച്ച് നമുക്കറിയാം. ഈ 21ാം നൂറ്റാണ്ടിൽ ഇന്ന് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്റർനെറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോണുകളിലായാലും കമ്പ്യൂട്ടറിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നമ്മൾ ഇന്ന് പല വിവരങ്ങളും അറിയുന്നത് ഇന്റർനെറ്റ് വഴിയാണ് എന്നുള്ളതാണ്. ലോകത്തുള്ള പല ആളുകളുമായി സമ്പർക്കം പുലർത്താനും ആശയവിനിമയം നടത്താനും എല്ലാത്തിനും നമ്മൾ ഇന്റർനെറ്റ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിവര സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും എല്ലാ മേഖലകളിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ദുരുപയോഗം ചെയ്ത് മോശപ്രവർത്തനത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അത് വേറൊരു വശമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്റർനെറ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല എന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് ഇന്റർനെറ്റ്? എന്താണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവൻ വിന്യസിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ലോകം മുഴുവൻ വിന്യസിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളെ പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ഓഫ് ഇന്റർനെറ്റ്? ഇന്റർനെറ്റ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവും? ഫസ്റ്റ് തന്നെ ഇമെയിൽ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാൻ കഴിയും. ഇന്ന് പല വിവരങ്ങളും നമ്മൾ മെയിൽ അയക്കാം. ഒരു ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മെയിൽ അയച്ചിട്ടാണെന്ന് അയക്കണം. മുമ്പൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബയോഡാറ്റ തയ്യാറാക്കി നേരിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു പ്രോസസ്സ്. ഇന്നിപ്പോ അതൊക്കെ മെയിൽ അയക്കാണ് ചെയ്യുന്നത്, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ. അതേപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ അവരുടെ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ അയക്കുന്നുണ്ട്. നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മെയിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫയലുകളും സോഫ്റ്റ്വെയറുകളും വിവിധ തരം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ
ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെബിലെ ഏത് വിഷയത്തെ കുറിച്ചുള്ള വിവരങ്ങളും ബ്രൗസ് ചെയ്യണം. എന്ത് വിവരങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് അറിയണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താം. ഒരു കേരളക്കരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിലുള്ള ഒരാളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് കത്തയച്ചു കഴിഞ്ഞാൽ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്, അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അത് അവിടെ കിട്ടിയിട്ടേ എന്നുള്ളത് നമുക്ക് അതിന് മറുപടി ഇങ്ങോട്ട് തിരിച്ച് കത്ത് വന്നാൽ അറിയണം. ഇന്ന് സെക്കൻഡുകൾക്കകം നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലേ? എന്തെല്ലാം ഗുണങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ്, വ്യക്തികൾ, സംഘടനകൾ എന്നിവരുടെ വിവരങ്ങൾ ആശയവിനിമയം നടത്താനും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രമുഖ വാർത്താ ഗ്രൂപ്പിൽ നിന്നുള്ള വാർത്തകൾ വായിക്കാനും നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദൂരെ സ്ഥലത്ത് നിന്നും ആനിമേഷൻ, ചിത്രങ്ങൾ മുതലായ ഫയലുകൾ അയക്കാനും സ്വീകരിക്കാനും ഒക്കെ എന്താണ് ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനികളെ കുറിച്ചിട്ട് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളും, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റിലൂടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് അമേരിക്കയിലുള്ള ഉൽപ്പന്നം നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നെറ്റിലൂടെ സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരുപാട് പർച്ചേസിംഗ് ഓൺലൈനായിട്ട് ആമസോൺ വഴി പല രീതിയിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നെറ്റിന്റെ ഉപയോഗം കൊണ്ടാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഹൗ ടു ഗെറ്റ് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ ഓൺ യുവർ കമ്പ്യൂട്ടർ? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ എന്നാണ് ചോദ്യം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെ ലഭ്യമാക്കാം? പലതരത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഏതൊക്കെയാണെന്നാണ് അതിന്റെ ഉത്തരാണ് ഇന്റർനെറ്റ് സേവനദാതാവിൽ നിന്നും. സേവനദാതാവ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയും. കണക്ഷൻ എടുത്താലേ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മൊബൈലിൽ നെറ്റ് കയറ്റുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ വലിയ വലിയ കമ്പനികളുടെ ഓഫീസുകളൊക്കെ മോഡം കണക്ട് ചെയ്യുന്നുണ്ട്. ആ മോഡം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആളുകൾക്കും വൈഫൈ വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കാം. നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്കും വൈഫൈ കണക്ട് ചെയ്ത് നെറ്റ് ഉപയോഗിക്കാം. അതിന് നമ്മൾ പ്രത്യേകം റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ പ്രദേശത്തും നിരവധി ഇന്റർനെറ്റ് സേവന ദാതാക്കളുണ്ട്. കണക്ഷൻ സ്ഥാപിക്കുന്നതിനും ഓരോ മാസത്തെ ഉപയോഗത്തിനുമായി ഒരു നിശ്ചിത തുക പ്രതിമാസമോ പ്രതിവർഷമോ അടയ്ക്കേണ്ടതുണ്ട്. താഴെ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാവുന്നതാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇന്റർനെറ്റ് കണക്ഷനിൽ ഒന്നാമത്തേത് ബ്രോഡ് ബാൻഡ് എന്നാണ്. ഈ ബ്രോഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ കൂടിയ വേഗതയും ഉയർന്ന ബാൻഡ് വിഡ്ത്തും ഉള്ള കണക്ഷനാണ്. ഇന്റർനെറ്റ് കണക്ഷനോടൊപ്പം തന്നെ ടെലിഫോണിൽ സംസാരിക്കാനും ഈ ബ്രോഡ് ബാൻഡ് വഴി സഹായിക്കും. രണ്ടാമത്തെ കണക്ഷനാണ് ലീസ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഒരു സ്ഥിരമായ കണക്ഷനാണ് ലീസ്ഡ് ലൈൻ. ഇത് സാധാരണയായി വലിയ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ്, സർക്കാർ ഏജൻസികൾ എന്നിവയാണ് ഇത് ഉപയോഗിക്കുന്നത്. മൂന്നാമത് പറയുന്നത് ഡയലപ്പ് കണക്ഷൻ. കമ്പ്യൂട്ടർ വഴി ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്ത് സെർവറുമായി കണക്ട് ചെയ്യുന്നു. നേരിട്ട് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാത്ത ഒരു ഇന്റർനെറ്റ് സേവനദാതാവിലൂടെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഡയലപ്പ് കണക്ഷനിൽ ഒരേ സമയം ഇന്റർനെറ്റും ടെലിഫോണും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് യു മീൻ ബൈ ISDN? ISDN എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ISDN എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ലഭിക്കുന്നതിന് സർവറുമായി ബന്ധിപ്പിക്കുന്ന രീതി ഡയലപ്പ് കണക്ഷൻ ഇതുപോലെ തന്നെയാണ്. പക്ഷേ അനലോഗിന് പകരം ഡിജിറ്റൽ ഫോൺ ലൈനുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റിന്റെ വേഗത സ്പീഡ് 128 kbps ആണ്. ഒരേ ലൈനിൽ തന്നെ കോളുകൾ ചെയ്യുവാനും സ്വീകരിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, വാട്ട് യു മീൻ ബൈ TCP? TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. അല്ലെങ്കിൽ IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് TCP അല്ലെങ്കിൽ IP എന്ന് പറയുന്നത്. ഓരോ കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നതിനാണ് TCP അല്ലെങ്കിൽ ICP. അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിവരങ്ങൾ ഇന്റർനെറ്റ് വഴി അയക്കുന്നതിന് ആദ്യം ചെറിയ പാക്കറ്റുകളായി TCP വിഭജിക്കുന്നു. അതിനുശേഷം അയക്കുന്നു.
ഈ പാക്കറ്റുകൾ സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തമുണ്ട്. TCP അല്ലെങ്കിൽ IP ആണ് ഇന്റർനെറ്റിന്റെ ഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആറാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ബ്രൗസർ? എന്താണ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ? ഉത്തരം, ഇന്റർനെറ്റിലുള്ള വിവരങ്ങൾ വിവിധ സെർവർ കമ്പ്യൂട്ടറുകളിലാണ് ഉള്ളത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കാനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ സോഫ്റ്റ്വെയർ. ഇന്റർനെറ്റിലുള്ള വിവരങ്ങൾ വിവിധ സെർവർ കമ്പ്യൂട്ടറിലാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് ബ്രൗസർ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് സെർച്ച് എൻജിൻ? മെൻഷൻ 2 ഇമ്പോർട്ടന്റ് സെർച്ച് എൻജിൻ അവൈലബിൾ ഇന്റർനെറ്റ്. സെർച്ച് എൻജിൻ എന്നാൽ എന്ത്? പ്രധാനപ്പെട്ട 2 സെർച്ച് എൻജിൻ ഏതെല്ലാം? ഉത്തരം, വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വെബ്സൈറ്റുകൾക്ക് പുറമെ വിവരങ്ങൾ തിരയുന്നതിനുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിലുണ്ട്. വിവരങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സെർച്ച് എൻജിനുകൾ ഉപയോഗിക്കുന്നത്. ഇത് ഗൂഗിൾ, യാഹൂ മുതലായ സെർച്ച് എൻജിനുകൾ ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യമാണ്. വാട്ട് യു മീൻ ബൈ ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ഇമെയിൽ എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റ് വഴി ഒരേ സമയം പലർക്കും സന്ദേശങ്ങളോ കത്തുകളോ അയക്കുന്നതിനാണ് ഇമെയിൽ പറയുന്നത്. ഇവിടെ 2 പാർട്ടി ഉണ്ട്. ഒന്ന് സെൻഡറും ഉണ്ട്, ഒന്ന് റിസീവറും ഉണ്ട്. മെസ്സേജ് സെൻഡ് ചെയ്ത ആളാണ് സെൻഡർ എന്ന് പറയുന്നത്. മെസ്സേജ് സ്വീകരിക്കുന്ന ആളാണ് റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്, ടു അഡ്രസ് എന്നുള്ളത് അയാളുടെ അഡ്രസ് കൊടുക്കണം, ഇമെയിൽ അഡ്രസ് കൊടുക്കണം. സബ്ജക്റ്റ് എന്നുള്ളത് എന്താണ് സബ്ജക്റ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ്. ഇതിനു വേണ്ടിയിട്ട് ധാരാളം സേവനങ്ങളുണ്ട്. ഇമെയിൽ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ യാഹൂ മെയിൽ, ജിമെയിൽ, ഹോട്ട് മെയിൽ, റെഡിഫ് മെയിൽ എന്നൊക്കെ ഇത് വരും. ഇനി 9ാമത്തെ ചോദ്യമാണ്. ഹൗ ഡസ് ദി ഇമെയിൽ വർക്ക്? എങ്ങനെയാണ് ഇമെയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഉത്തരം, ഒരു കത്ത് പല തപാൽ ഓഫീസുകളുമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പോലെ ഇമെയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൽ സെർവറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇന്റർനെറ്റിലൂടെ സഞ്ചരിച്ച് എത്തേണ്ട മെയിൽ സെർവറിൽ എത്തിച്ചേരുന്നു. ആ മെയിൽ ഒരു ഇലക്ട്രോണിക് മെയിൽ ബോക്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ആവശ്യാനുസരണം മെസ്സേജ് വായിക്കുന്നതാണ്. ഒരു മെയിൽ അയക്കുവാനും തിരിച്ച് മറുപടി ലഭിക്കാനും നിമിഷങ്ങൾക്കുള്ളിൽ സാധിക്കുന്നുണ്ട്. ലോകത്തിൽ എവിടെയുള്ളവരുമായിട്ട് ഏത് സമയത്തും നിമിഷങ്ങൾക്കുള്ളിൽ ആശയവിനിമയം നടത്താൻ മെയിൽ സഹായിക്കുന്നു. 10ാമത്തെ ചോദ്യമാണെങ്കിൽ ഹൗ ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ്? എങ്ങനെയാണ് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്? ഉത്തരം, ഇമെയിൽ ലഭിക്കുന്നതിന് മെയിൽ സെർവറിൽ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ്. നമ്മുടെ വിലാസത്തിൽ ഒരു കത്ത് ലഭിക്കുന്നത് പോലെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും സന്ദേശം സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മെയിലിന്റെ ഗുണം. മെയിൽ സെർവറുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്കോ വയർലെസ് ഉപകരണങ്ങളിലേക്കോ സന്ദേശങ്ങൾ പകർത്താൻ സാധിക്കും. ഇമെയിൽ അയക്കുവാൻ ഇന്റർനെറ്റുമായി ഒരു കണക്ഷൻ ആവശ്യമാണ്. ഇന്റർനെറ്റ് ഇമെയിൽ അയക്കുന്നതിന് സാധാരണ ചില നിബന്ധനകളുണ്ട്. ഇതിന് SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് POP സെർവറുകളൊപ്പം, POP എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ സെർവറുകളൊപ്പം പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒരു ഇമെയിൽ സന്ദേശം അയക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഒരു SMTP സെർവറിലേക്ക് വഴിമാറും. സെർവർ ഇമെയിൽ വിലാസം കണ്ടെത്തി സന്ദേശത്തിന് സ്വീകർത്താവിന്റെ മെയിൽ സെർവറിലേക്ക് എത്തിക്കുന്നു. ഒരു ഇമെയിൽ വിലാസമുള്ള ഏതൊരാൾക്കും ലോകത്തിന്റെ ഏത് സ്ഥലത്തും ഏത് സമയത്തും സന്ദേശം അയക്കാൻ കഴിയുന്നതാണ്. ഇനി 11ാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദ കോമ്പണന്റ്സ് ഓഫ് ഇമെയിൽ അഡ്രസ്? ഇമെയിൽ അഡ്രസ്സിന്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം, ഇന്റർനെറ്റ് ഇമെയിൽ വിലാസങ്ങൾക്ക് സാധാരണയായി 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം യൂസർ ID ഉപയോഗിക്കുന്നയാളുടെ തിരിച്ചറിയാനുള്ള മെയിൽ ബോക്സ് അഥവാ പ്രസിഡൻസി എന്നൊക്കെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഒരു അറ്റ് ദ സൈഡ്, ഇപ്പൊ പ്രസിഡൻസി എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പ്രസിഡൻസി അറ്റ് ദ റൈറ്റ്, ജിമെയിൽ ആണ് ജിമെയിൽ, യാഹു ആണ് യാഹു, ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടറിൽ സ്വീകർത്താവിന്റെ ഇലക്ട്രോണിക് മെയിൽ ബോക്സിൽ മെയിൽ സെർവറിനെ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി ഒരു കമ്പനിയുടെയോ സംഘടനയുടെയോ പേരാണ്. ഡൊമൈൻ നാമത്തിന്റെ അവസാനം ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. അതിനുശേഷം 3 അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണം .co അല്ലെങ്കിൽ .government എന്നൊക്കെ നമ്മൾ കൊടുക്കില്ലേ.
ഇനി അടുത്ത ചോദ്യമാണ് 12ാമത്തെ. ഹൗ ടു ക്രിയേറ്റ് ആൻ ഇമെയിൽ അക്കൗണ്ട്. എങ്ങനെയാണ് ഒരു ഇമെയിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഉത്തരം, ഒരു ഇമെയിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. ആദ്യം നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക എന്നതാണ്. പിന്നീട് അക്കൗണ്ട് നെയിം, പാസ്വേഡ് എന്നിവ നൽകുക. അക്കൗണ്ട് നെയിം അല്ലെങ്കിൽ ID ഇമെയിൽ അഡ്രസ്സിന്റെ ഭാഗമായി വരും. നിങ്ങൾ ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുകയും നിങ്ങളുടെ ID ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അതിനോട് ചേർക്കും വേണമെന്നതാണ് പറയുന്നത്. ഇനി അടുത്ത 13ാമത്തെ ചോദ്യം. ഹൗ ടു സെൻഡ് എ മെസ്സേജ് യൂസിങ് ഇമെയിൽ. ഇമെയിൽ ഉപയോഗിച്ച് ഒരു സന്ദേശം അയക്കുന്നത് എങ്ങനെ? ഉത്തരം, മെയിൽ ദാതാവിന്റെ വെബ് അഡ്രസ് ടൈപ്പ് ചെയ്യാം. ഉദാഹരണം www എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ പാസ്വേഡും അതേപോലെ തന്നെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം എന്നാണ്. രണ്ടാമത് കമ്പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇമെയിൽ മെസ്സേജിന് ഒരു കത്തിനെ പോലെ 2 പ്രധാന ഭാഗമുണ്ട്. ഒന്ന് ഹെഡർ, പിന്നെ ബോഡിയാണ്. ഹെഡറിൽ സ്വീകർത്താവിന്റെ പേരും വിലാസവും അയക്കുന്നയാളുടെ വിലാസവും കത്തിന്റെ വിഷയമാണ്. കത്തിലെ സന്ദേശം ബോഡിയിലാണ്. പിന്നെ ടു എന്നുള്ള സ്ഥലത്ത് സ്വീകർത്താവിന്റെ ഇമെയിൽ അഡ്രസ് നൽകാം. ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഓരോ അഡ്രസ്സും കോമ ഉപയോഗിച്ച് വേർതിരിച്ചു. പിന്നെ CC എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ സന്ദേശത്തിന്റെ കാർബൺ കോപ്പി ആർക്കെങ്കിലും അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ് അവിടെ നൽകും. പിന്നെ BCC എന്നുള്ള സ്ഥലം CC പോലെ തന്നെയാണ്. CCയും BCCയും സ്വീകർത്താവിനെ കാണാൻ കഴിയും. പിന്നെ സബ്ജക്റ്റ് എന്ന സ്ഥലത്ത് കത്തിലെ വിഷയം കൊടുക്കുന്നതാണ്. വലിയ ടെക്സ്റ്റ് ബോക്സിൽ ഉള്ളടക്കങ്ങൾ നൽകാം. അറ്റാച്ച് ഫയൽ ഉപയോഗിച്ച് ഫയലുകൾ കൂട്ടിച്ചേർക്കാനും ഇൻസേർട്ട് ഫോട്ടോ ഉപയോഗിച്ച് ഫോട്ടോ ഉൾപ്പെടുത്താനും കഴിയും. പിന്നെ ലാസ്റ്റ് സന്ദേശം അയക്കുന്നതിന് സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി 14ാമത്തെ ചോദ്യമാണ്. ഹൗ ടു റീഡ്, റിപ്ലൈ ആൻഡ് ഫോർവേഡ് എ മെസ്സേജ്. ഒരു മെസ്സേജ് വായിക്കാനും മറുപടി നൽകാനും ഫോർവേഡ് ചെയ്യാനും കഴിയുന്നത്. ചെക്ക് മെയിൽ ബോക്സ് അല്ലെങ്കിൽ ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യാം. സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് വായിക്കാൻ സാധിക്കും. റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് മറുപടി അയക്കാനും ഫോർവേഡ് ബട്ടൺ ഉപയോഗിച്ച് മെസ്സേജ് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനും കഴിയും. ഈ 15ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ടെൽനെറ്റ്. എന്താണ് ടെൽനെറ്റ്? ഇന്റർനെറ്റിലും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലും ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോളാണ് ടെൽനെറ്റ്. കമ്പ്യൂട്ടറിൽ ടെൽനെറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് നെറ്റ്വർക്ക് വഴി പേഴ്സണൽ കമ്പ്യൂട്ടറിനെ സെർവറുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ടെൽനെറ്റ് ഉപയോഗിച്ച് നമുക്ക് സെർവറിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും നെറ്റ്വർക്കിലുള്ള മറ്റ് സെർവറുകളുമായി ആശയവിനിമയം നടത്താനും സഹായിക്കുന്നുണ്ട്. ഇനി 16ാമത്തെ ചോദ്യം. വാട്ട് ഈസ് FTP. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ഏത് നെറ്റ്വർക്കിലും ഫയലുകൾ കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുക. ഈ 17ാമത്തെ ചോദ്യമാണ്. ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഇന്റർനെറ്റ് അഡ്രസ്. ഇന്റർനെറ്റ് അഡ്രസ് എങ്ങനെ മനസ്സിലാക്കാം? ഇന്റർനെറ്റ് അഡ്രസ് വഴി നമുക്ക് നെറ്റിലുള്ള ഒരു വ്യക്തിയുടെയോ ഒരു മേഖലയോ തിരിച്ചറിയാൻ സാധിക്കും. ഈ അഡ്രസ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഒരാൾക്ക് നിങ്ങളെ സന്ദർശിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കുവാനോ നിങ്ങളുടെ അഡ്രസ് ആവശ്യമാണ്. ഇന്റർനെറ്റിലും ഇതുപോലെ തന്നെയാണ്. ഒരാൾക്ക് ഇമെയിൽ അയക്കണമെങ്കിൽ ഇമെയിൽ അഡ്രസ് ആവശ്യമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്റർനെറ്റ് വഴി ഏതെങ്കിലും വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് ഡൊമൈൻ നെയിം അല്ലെങ്കിൽ IP അഡ്രസ് അയക്കണം. ഓക്കെ, ഈ ഡൊമൈൻ നെയിമുകൾ പല രീതിയിലുണ്ട്. ഓക്കെ, www വേൾഡ് വൈഡ് ഉണ്ട്, അതായത് NS ഓഫ് ദി ഹോസ്റ്റ് കമ്പ്യൂട്ടർ ഉണ്ട്. ഈ ഡൊമൈൻ നെയിമുകൾ എന്ന് പറഞ്ഞാൽ AC എന്ന് പറഞ്ഞാൽ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സൂചിപ്പിക്കാം. .com എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എജു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. GOV ഗവൺമെന്റ്. നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്. ORG എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ. പല രീതിയിലുണ്ട്. ഇനി 18ാമത്തെ ചോദ്യമാണ്. ഫ്രീക്വന്റ്ലി യൂസ്ഡ് ടേംസ് ഇന്റർനെറ്റുമായി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ടേംസുകൾ ഇതൊക്കെയാണ്. വെബ് സർവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെബ് സർവർ ഉപയോഗിക്കുന്നുണ്ട്. വെബ് സർവർ എന്ന് പറഞ്ഞാൽ വെബ് പേജ് സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് വെബ് സർവർ എന്ന് പറയുന്നത്. പിന്നെ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്ക് ലാംഗ്വേജ് ആണ്. ഇത് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് HTML ഭാഷ ഉപയോഗിച്ചാണ് വെബ് പേജുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി വെബ് പേജ് എന്ന് പറഞ്ഞാൽ HTML എന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ള ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത് വെബ് പേജ് എന്ന് പറയുന്നത്. പിന്നെ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ.
ഓരോ പേജിലും സെർവറിലെ അതിലെ ലൊക്കേഷൻ തിരിച്ചറിയാനായി പ്രത്യേക അഡ്രസ് ഉണ്ട്. അതിനെയാണ് URL എന്ന് പറയുന്നത്. പിന്നെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാല് ഒന്നോ അതിലധികമോ വെബ് പേജുകളുള്ള ഒരു കമ്പനിയോ സ്ഥാപനമാണ് വെബ്സൈറ്റ്. പിന്നെ IP ആണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്നാണ് കേട്ടോ. IP എന്ന് പറഞ്ഞ അഡ്രസ് കമ്പ്യൂട്ടറിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്, സിംബൽസ് മുതലായവ മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല. അപ്പൊ കമ്പ്യൂട്ടർ 1 അല്ലെങ്കിൽ 0 ഉപയോഗിച്ചുള്ള നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനും ഒരു ഹോസ്റ്റ് നമ്പറുണ്ട്. ഈ നമ്പർ തന്നെയാണ് IP അഡ്രസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള ഓരോ കമ്പ്യൂട്ടറിനും ഓരോ യുണൈറ്റ് നെയിം ഉണ്ട്. അതിനെയാണ് ഡൊമൈൻ നെയിം എന്ന പേരിൽ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഗൈഡുകളായിട്ടുള്ള ആവശ്യമില്ല, അത് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും, ലക്ഷദ്വീപിലുള്ള മലയാളികൾ, ഗൾഫിലുള്ള മലയാളികൾക്കൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ ഫീസിൽ NUSന്റെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് തരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളും ഗൈഡുകളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നുണ്ട്. അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ, ഇതെല്ലാം നമ്മൾ കോച്ചിങ് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് NUS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുക 9037114679. ഓക്കെ, താങ്ക് യു.